നമ്മളിൽ ചിലരൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടാകും ഒരു നല്ല ഫോൺ വാങ്ങുന്നത് അല്ലേ? ഞാനും അതുപോലെ ഒരു ഫോൺ വാങ്ങിച്ചു. ഞാൻ കണ്ടതും കേട്ടതും ഉപയോഗിച്ചതുമായ കാര്യങ്ങൾ കൊണ്ട് തന്നെ സാംസങ്ങിനെ എനിക്ക് വല്ലാണ്ട് പിടിച്ചു. അങ്ങനെ എസ് സീരീസിലെ ഒരു ഫോൺ തന്നെ ഞാൻ വാങ്ങി. ഇതെനിക്ക് സജസ്റ്റ് ചെയ്തു തന്നത് നമ്മുടെ സ്വന്തം മൈജിയാണ് കേട്ടോ. അങ്ങനെ ആ ഫോൺ കിട്ടിയതിന് ശേഷം ഞാനൊരു യൂട്യൂബ് ചാനൽ അങ്ങോട്ട് തുടങ്ങി. ഓവർ പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ആർക്കൊക്കെയോ എൻ്റെ ചാനലിലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ശേഷം അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ കണ്ണിൽ മാറി മറിയുന്ന കാഴ്ചകളും എന്നിലെ ചെറിയ അറിവുകളും ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴതാ ഫോണിനൊരു ചെറിയ കംപ്ലൈൻറ്റ് വന്നുപെട്ടു. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ ഭാഗമായിട്ടുള്ള സ്ക്രീൻ ലൈൻ ഇഷ്യൂ ആയിരുന്നു വന്നത്. ശരിക്കും സങ്കടമായിട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് വാങ്ങുന്നൊരു ഫോൺ ഒരു ഫിസിക്കൽ ഡാമേജ് പോലും ഇല്ലാതെ ഇങ്ങനെ ഒരു കാരണത്താൽ കംപ്ലൈൻറ്റ് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ചെറിയൊരു സങ്കടം ഉണ്ടാവും അല്ലേ? അതുപോലെ എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ മൈജിയിലേക്ക് വിളിച്ചു. അവർ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ എന്നും പറഞ്ഞു. ബില്ല് പ്രിൻറ്റ് ചെയ്ത് തന്നതിന് ശേഷം നേരെ സാംസങ് സർവീസ് സെൻറ്ററിലേക്ക് കണക്ട് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങളത് അവിടെ സർവീസ് സെൻറ്ററിലേക്ക് കൊടുത്തു. അവർ പറഞ്ഞത് 3 ആഴ്ചയൊക്കെ കഴിയും കിട്ടാൻ എന്നാണ്. എന്നിരുന്നാലും വേണ്ടിയില്ല, ഫോൺ അവിടെ കൊടുത്തു പോന്നു. ശേഷം ഞാൻ യൂട്യൂബിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് 1 മാസത്തോളം വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എത്ര പേരത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയില്ല. ഒരു 2 ആഴ്ച ആയപ്പോൾ തന്നെ ഞാനൊന്ന് വിളിച്ചു നോക്കി. അപ്പോൾ ശരിക്കും സർപ്രൈസ് ആയിട്ടോ. 1 മാസത്തോളം ആകുമെന്ന് പറഞ്ഞ ഫോണ് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അവർ നന്നാക്കി തന്നു. സർവീസ് ചാർജായിട്ട് ഒരു 649 രൂപ മാത്രമേ എനിക്കവിടെ ചിലവായിട്ടുള്ളൂ. ഇപ്പോഴാണ് സാംസങ് ഫോൺ എടുത്തതിൽ ശരിക്കും പ്രൗഡായത്. സോ താങ്ക് യു സാംസങ് ആൻഡ് താങ്ക് യു മൈജി. അതിനോടൊപ്പം തന്നെ എൻ്റെ കൂടെ ഇതുവരെ സബ് ചെയ്ത് കട്ടക്ക് കൂടെ നിന്ന എൻ്റെ വ്യൂവേഴ്സിനോടും ഞാൻ ഒരുപാട് നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആക്കി ചെയ്തത്. ഇനി പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ.